ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കോവലിന്റെ ഇല വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ കോവയ്ക്കൊക്കെ വരുന്ന വള്ളിച്ചെടിയില്ലേ, അതിലെ ഇലയാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ പറമ്പിൽ പോയി കോവലിലയെല്ലാം പറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ഒരു വലിയ പാത്രത്തിൽ വെള്ളം പിടിച്ചിട്ട് 3-4 വെള്ളത്തിൽ നമ്മളിനി ഇത് കഴുകിയെടുക്കണം. നല്ല വൃത്തിക്ക് കഴുകിയെടുക്കണം. ഇനി ഇതിന്റെ തളിര് ഇലയാണ് നമ്മൾ എടുക്കേണ്ടത്. നല്ല മുറ്റിപ്പോയ ഇലയൊന്നും എടുക്കാൻ പാടില്ല. തളിരയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി അതിന്റെ ഈ എക്സ്ട്രാ കിടക്കുന്ന തണ്ടിന്റെ ഇങ്ങനെ ഒടിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗം അത്രയും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒടിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗം മാത്രമേ എടുക്കാവൂ. വലിയ വലിയ തണ്ടുകൾ കളയണേ. ഇതിപ്പോൾ നമ്മൾ ഒടിച്ചിട്ട് ഒടിയുന്നില്ല, വളഞ്ഞു പോകുന്നേ ഉള്ളൂ. അത് നമ്മൾ കളഞ്ഞു. ഇങ്ങനെ നമുക്ക് ഇലയും തണ്ടും എടുത്ത് മാറ്റാം. ആവശ്യമുള്ള ഇലയും ആവശ്യമില്ലാത്ത തണ്ടും എല്ലാം കൂടി എടുത്ത് മാറ്റാം. നമ്മളിപ്പോൾ നല്ല ചെറിയ തണ്ട് എടുക്കുകയാണെങ്കിൽ, നല്ല ഇളം തണ്ട് എടുക്കുകയാണെങ്കിൽ അത് ഒടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ടുള്ളൊരു 5-6 ഇലയും കൂടെ നമുക്ക് എടുക്കാം. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ബാക്കിയെല്ലാം നമുക്ക് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മുടെ കോവലിൻ്റെ ഇലയെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞതിന് ശേഷം 3 കപ്പ് ഇലയുണ്ട്. 1 സവാളയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടുമ്പോഴേക്കും വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിയും കൂടെ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. നമ്മൾ വീഡിയോ പിടിച്ചപ്പം അത് വിട്ടുപോയി. ഇനി നമ്മുടെ ഈ അരിയെല്ലാം പൊട്ടണം. നമ്മുടെ അരിയെല്ലാം നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് ട്രാൻസ്പാരന്റ് ആകുമ്പോഴേക്കും നമ്മളിനി അതിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ കോവയ്ക്കയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ചിടണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. കോവലിന്റെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ഭയങ്കരമായിട്ട് സഹായിക്കും. അപ്പൊ ദഹന സംബന്ധമായ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് സഹായം തരുന്ന ഒരു ഇലയാണിത്. പിന്നെ ശരീരത്തിന് കുളിർമ നൽകാൻ സഹായിക്കും. പിന്നെ ഇതിന്റെ നീര് പുരട്ടിക്കഴിഞ്ഞാൽ ചർമ്മത്തിലെ പല രോഗങ്ങൾക്കും അത് ഗുണമാണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ പ്രമേഹത്തിന് മരുന്ന്, നാച്ചുറൽ ഇൻസുലിൻ എന്ന് പോലും ഇത് അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പല ഗുണങ്ങൾ അടങ്ങിയ ഒരു ഇലയാണിത്. ഇനി നമുക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. ഇതിപ്പോൾ 3/4 കപ്പ് തേങ്ങയും
4 വെളുത്തുള്ളി അല്ലി ചതച്ചതുമുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഒക്കെ മതിയായിരിക്കും. ഇനി കൈകൊണ്ട് തന്നെ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കൂട്ട് ഇതിലേക്ക് തട്ടി കൊടുക്കാം. ഞാൻ അതിന്റെ സെന്ററിലായിട്ട് ചെറിയൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ കൂട്ട് തട്ടി കൊടുക്കുന്നത്. ഇനി അതെല്ലാം കൊണ്ട് കൂട്ടിനെ ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കും. ഇനി കുറച്ച് സമയം ഇതിനെ അടച്ചു വെച്ച് ഇങ്ങനെ തന്നെ വച്ചിരിക്കാം. അങ്ങനെ ഇരുന്നത് കുറച്ച് സമയം വേവട്ടെ. ഇനി നമുക്കിത് തുറന്നു കൊടുത്തിട്ട് ഇതിനെല്ലാം കൂടി മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ 3 കപ്പ് ഇലയ്ക്ക് 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂട്ട് നല്ല കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട എങ്കിൽ 1/2 കപ്പ് തേങ്ങ മതിയാകും. ഇനി ഇതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇട്ടിരിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, ചിലപ്പോൾ അടിക്ക് പിടിക്കും. അപ്പൊ നമ്മുടെ തോരനെല്ലാം കറക്റ്റ് പരുവായിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കോവലില തോരൻ റെഡി. അപ്പൊ എന്തായാലും കോവലില വീട്ടിലുള്ളവർ, കോവലില കിട്ടുന്നവര് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക് യു.